വെൽക്കം ടു ബട്ടർഫ്ലൈ ചാനലിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പരിസരം വൃത്തിയാക്കി വെച്ചിടണം, നിത്യം കുളിച്ചിടണം, ചപ്പുഞ്ചവേറും മുറ്റത്തിടാതെ പ്രാണികൾ പെരുകാതെ നോക്കിയിടണം, ഒട്ടും പ്രാണികൾ പെരുകാതെ നോക്കിയിടണം. ഇല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർക്കെല്ലാം അതിസാരം കാണാറ ടൈഫോയിഡും സ്ഥിരശല്യം മഞ്ഞപ്പിത്തം തുടങ്ങി ഓരോരോ രോഗങ്ങൾ വന്നു ചേരും, പിന്നെ ഓരോരോ രോഗങ്ങൾ വന്നു ചേരും. പാട്ടിക്കൊയ്യടി താളത്തിക്കൊയ്യടി ചുറു ചുറുക്കുള്ള ചിങ്കാരി, മറുപ്പിച്ചോപ്പുള്ള ചുവന്ന ചുണ്ടുള്ള ചുറു ചുറുക്കുള്ള ചിങ്കാരി. താഴ്ത്തിക്കൊയ്യടി താളത്തിക്കൊയ്യടി ചുറു ചുറുക്കുള്ള ചിങ്കാരി, നീട്ടിക്കൊയ്യടി നീളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ചിങ്കാരി. തന്നനത്താനോ തന്നനത്താനോ താനനത്താനനത്താനാനോ താനനത്താനോ താനനത്താനോ താനനത്താനനത്താനാനോ. മഴക്കാലമായാൽ നമ്മളുടെ പറമ്പുകളിലൊക്കെ ഒരുപാട് പുല്ല് മുളച്ചിട്ടുണ്ടാവും. നമ്മൾക്കൊരു എക്സസൈസും ആകും, നമുക്ക് പറമ്പ് വൃത്തിയാവുകയും ചെയ്യും, ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവുകയില്ല. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ ഒരു ഇഴജന്തുവിനെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഈ വീഡിയോയുടെ ബാക്കിലായിട്ട് തന്നെ കാണാം. മുതലവർഗത്തിൽ പെട്ടതാണ് അത്. ഒരു ഡിസൈനൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ചെറിയൊരു ജീവിയാണ്. ഇതിനോടൊപ്പം കുറച്ച് പച്ചക്കറിയും കൂടി നമുക്ക് നടാം. നമുക്കതിനുള്ള വളവും കൂടി ഇതിനോടൊപ്പം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ആ വളമൊക്കെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ട് ഇതേപോലെ ഗ്രോ ബാഗിൽ നമുക്ക് നടാം. പറമ്പിൽ വേണമെങ്കിലും നടാം, പറമ്പില്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗ് നിറച്ചിട്ട് നമുക്ക് കൃഷിയും ചെയ്യാം. വീട്ടിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട പച്ചക്കറികളെ നമുക്ക് തന്നെ വീട്ടിൽ ജൈവ കൃഷിയിൽ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ പച്ചക്കറികളുണ്ട്. ഇത് നമ്മളുടെ കോഴികളാണ് കേട്ടോ. എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഇലവർഗ്ഗങ്ങൾ. ഉച്ചയ്ക്ക് ഇലവർഗ്ഗം, രാവിലെ ഫുഡ്, വൈകുന്നേരം ഫുഡ്. ഇടവേളകളിൽ ഇതേപോലെയുള്ള പുല്ലുകൾ തിന്നും. അപ്പോൾ ചെത്തി ഇവിടെ വന്നപ്പോഴേക്കും ഒരു മൈന നല്ല സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അവളങ്ങനെ പറന്നുപോയി. അങ്ങനെ ഞാനവിടെ ചെത്തിയപ്പം അവൾ അവിടെ എത്തി. സുന്ദരി മൈനക്കുട്ടി. മൈനാകം അങ്ങനെ അവൾ ആ തെങ്ങിന് ചുറ്റും ഞാൻ ചെത്തിയപ്പോൾ അതിൻ്റെ വിട്ടിലിനെയും പുഴുവിനെയൊക്കെ തിന്ന് വയറ് നിറച്ച് ആൾ ഹാപ്പിയായി. ഉണ്ടാ, സൂപ്പർ. മൈനേ മൈനേ മൈനേ, അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നണ്ട. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ. ഗൈസ്, നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡൊക്കെ ചെത്തി നിൽക്കുമ്പോൾ ഒരു മൈന എന്നോടൊപ്പം കൂട്ടിന്. ആളൊറ്റയ്ക്കേ ഉള്ളു കേട്ടോ. നമ്മൾ പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് നിൽക്കുമ്പോഴേ അതിലെ ചെതലും വിട്ടിലും ഒക്കെ ഉണ്ടാവും, അതിനെയൊക്കെ തിന്നാനായിട്ട്. അവൾ പറന്നുപോയി. യാഗം കടലിൽ നിന്നുയരുന്നുവോ. ഹലോ, ഇനിയാണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇഴജന്തുക്കൾ ഉണ്ടാകുന്നു. കണ്ടോ, ഒരാൾ കടന്നു പോകുന്ന കണ്ടോ, അതേ സൂം ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് ഒരുതരം മുതലയല്ലല്ലോ, എന്തോ ഇഴജന്തുക്കൾ, വേറെ ഉരകവർഗത്തിൽ പെട്ടത് തന്നെയാണ്. അതിന് കുറച്ച് ഡിസൈനൊക്കെ ഉള്ളതാണ്. ഉടുമ്പിൻ്റെ കുഞ്ഞങ്ങാണ്ട, അതെ
നല്ല വൃത്തിയായി കാണാം. ഇതാ കിടക്കണം. ആരെങ്കിലും കാണാത്തവർക്കായി മാത്രം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത്. ഇഴഞ്ഞു പോകുന്ന ആളിങ്ങനെ പോയി അതാണ് അവസാനമായിട്ട് കാണിക്കുന്നത്. ഇതാ കവുങ്ങിൻ്റെ ഇവിടെയുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.